ഹലോ ഗായ്സ്, എല്ലാവർക്കും ആൽഫിൻ ദ വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സ്റ്റൈൽ പരിപ്പുവട റെസിപ്പിയാണ്. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അത് വൈകിട്ട് നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ദാ ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ മിക്സിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ചോപ്പ് ചെയ്ത സാധനങ്ങൾ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം വൈകിട്ടത്തേക്ക് ഒരു ചായയുടെ ഒരു സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് കായത്തിന്റെ പൊടി കുറച്ച് മതി. കായത്തിന്റെ പൊടി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനിയും നമ്മുടെ പരിപ്പ് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ പരിപ്പ് ഇവിടെ കഴുകി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് പോയി. അപ്പം ഞാൻ ഇതിനകത്തോട്ട് മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതെല്ലാം അരച്ചൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടായിരുന്നു, അപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ കിട്ടും. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പരിപ്പിൻ്റെ കുറച്ച് ഇതിട്ട് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ മറ്റേ പരിപ്പ് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് അങ്ങനെ കിടക്കത്തില്ലേ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കടിക്കാനായി കിട്ടുന്നത്. ഞാൻ അതിനകത്ത് കുറച്ചിട്ട് വെക്കും. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണക്ക് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് പരിപ്പ് വട നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് ഒരു ഉരുള എടുക്കണം. അതിങ്ങനെ നമ്മുടെ കയ്യിലൊന്ന് എടുക്കണം. കൈ വെറ്റായിരിക്കണം കേട്ടോ, നനഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കണം. അപ്പം ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ വെറ്റായിരിക്കണം, ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം, എണ്ണ നമ്മൾ ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. ഒരു ഭാഗം ഇവിടെ അതേ മൊഴിഞ്ഞ് വെച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡിഷ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല ഒരേപോലെ തന്നെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരണം. പിന്നെ നമ്മൾ മറ്റേ ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ചാൽ തൊട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇത് അടുത്ത ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞിട്ട് വരും. അതേ നമ്മുടെ ഇത് നല്ലോണക്ക് മൊരിഞ്ഞ് നല്ല ക്രിസ്പി നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാവേ. ഇതൊന്ന് നല്ലോണക്ക് എണ്ണയൊക്കെ ഒന്ന് പോട്ടെ. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മരിച്ചെടുത്ത് പരിപ്പ് വട. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം മരിച്ചെടുത്തിട്ട് ഞാൻ പാനിലേക്ക് കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് എൻ്റെ അനിയനും ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഗായ്സ് അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവർക്ക് കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഗായ്സ് നോക്ക് പരിപ്പുവട ടേസ്റ്റ് ചെയ്ത് നോക്കണേ. പിടി ടേസ്റ്റ് ചെയ്ത് നോക്ക്. നോക്കടാ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. എടുക്ക്, ഇതാടി എടുക്ക്. അപ്പൊ ഗായ്സ്, ഇതാണ് എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും. ടേസ്റ്റ് ചെയ്, കഴിച്ചു നോക്ക്. കൊള്ളാമോ? ഇങ്ങനുണ്ട്, നല്ല ക്രിസ്പി ഒക്കെ ഉണ്ടോ? കൊള്ളാമോ? അപ്പൊ ഗായ്സ് നല്ലതാന്ന് എല്ലാവരും നല്ല അഭിപ്രായം അവർ പറയുന്നത്. പിന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഗായ്സ്, ഞാൻ ഇവിടെ 2 കൊച്ചു പിള്ളേർ ഇരിപ്പുണ്ട്. ഞാൻ അവർക്കൊന്ന് കൊടുത്തിട്ട് വരാം. ഇതാണ് ആദ്യം ലച്ചു, എൻ്റെ അനിയത്തിമാരാണ്. അവർക്ക് ഞാൻ കൊടുക്കാൻ പോകണം. 2 പേരും ഓരോന്ന് വെച്ചെടുത്തോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ആദ്യം ലച്ചുവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗായ്സ്, ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ക്രിസ്പി, നല്ല നമ്മൾ മറ്റേ പരിപ്പുവടയുടെ ഇതൊക്കെ ഇട്ടില്ലേ, പരിപ്പിൻ്റെ ഇതൊക്കെ ഇട്ടില്ലായിരുന്നു, അതിൻ്റെ കടിയും കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾ ഈ പരിപ്പുവട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.